നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുതലാണ്, പിന്നീട് വിളിക്കാം, ഇപ്പോൾ വേണ്ട എന്നൊക്കെ കസ്റ്റമേഴ്സ് ഒബ്ജക്ഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും കസ്റ്റമേഴ്സും റെസ്പോണ്ട് ചെയ്യുക? എല്ലാ സെയിൽസ്മാൻമാരും റെസ്പോണ്ട് ചെയ്യുന്നത് ഈ 3 രീതികളിലായിരിക്കും. കസ്റ്റമേഴ്സിനോട് പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും, അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, അവരുമായിട്ട് ഡിബേറ്റ് ചെയ്യും. പക്ഷേ ടോപ്പ് പെർഫോമേഴ്സ് ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല. അവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ലെയർ മോഡലായിരിക്കും. എന്താണ് ലെയർ മോഡൽ? ലെയർ എന്നത് ലിസൺ, അക്നോളജ്, ഐഡന്റിഫൈ ഒബ്ജക്ഷൻ ആൻഡ് റിവേഴ്സ് ഒബ്ജക്ഷൻ. എന്താണ് ലിസൺ? കസ്റ്റമേഴ്സിനെ ശ്രദ്ധാപൂർവം കേൾക്കുക. കസ്റ്റമേഴ്സ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, ഡിഫൻഡ് മോഡിലേക്ക് പോകാതിരിക്കുക. കസ്റ്റമർ പറയുന്ന മുഴുവൻ കേൾക്കണം. കാരണം പീപ്പിൾ ഡോണ്ട് ലിസൺ ടു ദോസ് ഹു ഡോണ്ട് ലിസൺ ടു ദം. കസ്റ്റമേഴ്സിനെ കേൾക്കാത്തവരെ അവരും കേൾക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു കോഴ്സ് സെല് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. കസ്റ്റമർ നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ കോഴ്സ് എനിക്ക് അത്ര യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യരുത്. നിങ്ങൾ വളരെ നിശബ്ദനായി നിന്ന് തലകുലുക്കി മുഴുവനും കേൾക്കുക. രണ്ടാമത്തെ സ്റ്റേജാണ് അക്നോളജ്, അംഗീകരിക്കുക. കസ്റ്റമർ പറയുന്ന ഒബ്ജക്ഷൻ ആദ്യം അംഗീകരിക്കുക. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കലല്ല, കസ്റ്റമറിനോടുള്ള റെസ്പെക്റ്റ് ആണ്. നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാം, താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നത് പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഇത് എല്ലാവർക്കും തോന്നാറുള്ള ഒരു ഡൗട്ടാണ്. ഇതോടുകൂടി കസ്റ്റമറിന്റെ റെസിസ്റ്റൻസ് കുറയും. മൂന്നാമത്തെ സ്റ്റേജാണ് ഐഡന്റിഫൈ ഒബ്ജക്ഷൻ, യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുക. കസ്റ്റമേഴ്സ് നമ്മളോട് പലപ്പോഴും പറയുന്നത് റിയൽ ഒബ്ജക്ഷൻ ആയിരിക്കില്ല, സർഫസ് ലെവൽ റീസൺസ് ആയിരിക്കും. ഉദാഹരണം പറയാം, ഒരു കസ്റ്റമർ നിങ്ങളോട് പറയുവാണ്, ഇപ്പോൾ ബജറ്റ് ഇല്ല. നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ചോദിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. ബജറ്റ് ഇല്ലാത്തതാണോ താങ്കളുടെ യഥാർത്ഥ പ്രശ്നം, അതോ ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ കാണാൻ സാധിക്കാത്തതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കസ്റ്റമറുടെ യഥാർത്ഥ ഒബ്ജക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് റിവേഴ്സ് ഒബ്ജക്ഷൻ. മറുപടി പറയരുത്, തിരിച്ച് ചോദ്യം ചോദിക്കുക. ഉദാഹരണം പറയാം, ഒരു കസ്റ്റമർ നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ കോഴ്സിന്റെ പ്രൈസ് കൂടുതലാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ റിവേഴ്സ് ചെയ്യാം? നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷം താങ്കളുടെ കോൺഫിഡൻസ് ഡബിൾ ആയാൽ ഉറപ്പായിട്ടും താങ്കളുടെ വരുമാനം വർദ്ധിക്കും. ആ സമയത്ത് ഈ കോഴ്സിന്റെ ഫീ താങ്കൾക്ക് അഫോർഡബിൾ ആയിരിക്കില്ലേ, അതോ കോസ്റ്റ്ലി ആയിരിക്കും? നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒബ്ജക്ഷൻസ് ആർ നോട്ട് റിജക്ഷൻസ്, ഒബ്ജക്ഷൻസ് ആർ ബൈയിങ് സിഗ്നൽസ്. ഇന്ന് മുതൽ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാതെ റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ട് ലെയർ മോഡൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇതുപോലുള്ള ബിസിനസ് ഗ്രോത്ത് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു സോ മച്ച്.